നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ഷാജി ഈപ്പൻ. ഇന്ന് നമ്മുടെ അതിഥി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികൻ, SUCI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ, കൊല്ലം സ്വദേശി ശ്രീ ജ്യോതികൃഷ്ണനാണ്. ശ്രീ ജ്യോതികൃഷ്ണനെ വളരെ സ്നേഹപൂർവ്വം, വളരെ വിനയപൂർവ്വം, വളരെ ആദരപൂർവ്വം ഈ വർത്തമാനത്തിൻ്റെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി SUCIയുടെ നിലപാട്, സാർവദേശീയ രംഗത്ത് അവരുടെ എടുക്കുന്ന നിലപാട് എന്താണെന്ന് അറിയുവാൻ തീർച്ചയായിട്ടും എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ടാകും. അത് മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന, ഇസ്രയേലും ആയി ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് അറിയാനുള്ള ആഗ്രഹം. ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഒരു പക്ഷത്തും ഹിസ്ബുള്ളയും ഹമാസും ഇറാനും മറൊരു പക്ഷത്തും, അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ഈ സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളോടുള്ള SUCIയുടെ സമീപനം എന്താണെന്ന് തീർച്ചയായിട്ടും എനിക്കും ഈ പ്രേക്ഷകർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇന്നത്തെ സാഹചര്യം വളരെ വേദനാജനകമായ സാഹചര്യമാണ്. യുദ്ധം ലോകത്ത് ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സമാധാനമാണ് കാക്ഷിക്കുന്നത്. പക്ഷേ യുദ്ധങ്ങൾ ഉണ്ടാവുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലി ജനത പല കാലഘട്ടങ്ങളിലായി ആ മണ്ണിൽ നിന്ന് പല പ്രദേശങ്ങളിലേക്കും ചിതറി ഓടിക്കപ്പെട്ട ഒരു ജനതയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്തും അതിനു മുമ്പ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന സമയത്തും ഒക്കെ പലപ്പോഴും അവിടം വിട്ടു പോകാൻ നിർബന്ധിതരായ ഒരു ജനതയാണ്. അത്തരമൊരു ജനതയെ 1948 ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുത്ത്, ലോകരാഷ്ട്രങ്ങൾ മുൻകൈയെടുത്ത് ഒരു രാഷ്ട്രം രൂപീകരിച്ച്, ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ച് അവർക്ക് ആ മണ്ണിൽ ജീവിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തതാണ്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു അനുഭാവം അന്ന് യഹൂദ ജനതയോട്, ഇസ്രായേലി ജനതയോട് ലോകം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വരുന്നത്. അതിൽ ചില കരാറുകൾ, അതിന് മുന്നോടിയായിട്ട് ചില കരാറുകൾ, ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് തന്നെ ബാൽഫർ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് ഒരു അക്കോർഡെന്ന് പറയാനാവില്ല, ഒരു കത്ത്. അതിനുശേഷം ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള എഗ്രിമെൻറ്റ്, സൗദി അറേബ്യയുമായിട്ടുള്ള എഗ്രിമെൻറ്റ്, പല എഗ്രിമെൻറ്റുകൾ, പല ധാരണകൾ പല കാലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. ആ ധാരണകളുടെയൊക്കെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വരുന്നത്. പക്ഷേ മറുവശത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും ഇസ്രായേലിൻ്റെ സ്റ്റാറ്റസോടുകൂടി പലസ്തീൻ നിലവിൽ വന്നില്ല എന്നുള്ളത് വലിയൊരു അനീതിയാണ് ലോകത്ത്. ആ ഭൂപടം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രദേശം, ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം നിലനിൽക്കുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് ചെറിയ പ്രദേശങ്ങളാണ് പലസ്തീൻ എന്ന പേരിൽ. അതിലൊന്ന് ഗാസ മേഖലയും മറ്റൊന്ന് ഇന്നത്തെ പലസ്തീൻ എന്നറിയപ്പെടുന്ന ആ മേഖലയും ഒക്കെയായിട്ട് വേറിട്ട് കിടക്കുന്ന, അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ, അവർക്ക് തൊഴിലിനും മറ്റുമായി സഞ്ചരിക്കണമെങ്കിൽ ഒക്കെ ഇസ്രായേലിൻ്റെ അനുമതി ആവശ്യമുള്ള തരത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് സ്വന്തം രാജ്യത്ത് അന്യരായി കഴിയേണ്ടി വരുന്ന ഒരു ജനത എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പക്ഷങ്ങളൊക്കെ മാറ്റിവെച്ച്, രാഷ്ട്രീയ അഭിപ്രായങ്ങളും പക്ഷങ്ങളും ഒക്കെ മാറ്റിവെച്ച് നീതിയുക്തമായൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടത് പലസ്തീനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ 48 എഗ്രിമെൻറ്റിന് ശേഷം, ഇസ്രായേൽ നിലവിൽ വന്നതിന് ശേഷം ക്രമേണ പലസ്തീൻ്റെ മേഖലയിലേക്ക് പലപ്പോഴായി ഇസ്രായേൽ നടത്തിയിട്ടുള്ള അധിനിവേശം, അവരുടെ സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ പലസ്തീനെ ദുർബലപ്പെടുത്തുകയും ഇസ്രായേൽ അതിൻ്റെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഉപയോഗിച്ച് ഒരു അധിനിവേശം അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തൽ എന്ന നിലയിലുള്ള ഒരു നയം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ലോകത്ത് നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടനയുണ്ട്, അതിനു മുമ്പ് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ, ഈ സംഘടനകളൊക്കെ നിലവിലുള്ളപ്പോൾ, ഈ സംവിധാനങ്ങളൊക്കെ ലോകത്ത് പ്രവർത്തിക്കുമ്പോഴും അശക്തൻ്റെ ഭാഗത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശക്തരായ രാഷ്ട്രങ്ങൾ, അമേരിക്കയെ പോലുള്ള അല്ലെ ബ്രിട്ടനെ പോലുള്ള രാഷ്ട്രങ്ങൾ, ഒരു കാലത്ത് റഷ്യയും, അവരൊക്കെ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥിതിയാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ
പലസ്തീൻ്റെ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള മുറവിളി ആരും ചെവിക്കൊള്ളാതെ പോവുകയും അവരുടെ മേൽ ഇസ്രയേലിൻ്റെ കടന്നുകയറ്റങ്ങൾ നിർബാധം തുടരുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 1948 ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന ഭൂപ്രദേശങ്ങളിലേക്ക് പലസ്തീൻ പിൻവാങ്ങാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് അതിന് ശേഷം നമ്മൾ കണ്ടത് ഈജിപ്തിൻ്റെ മേഖലയിലുള്ള സിനാൻ പ്രദേശം ഇസ്രയേൽ കൈയടക്കി, ഗൊലാൻ കുന്നുകൾ കൈയടക്കി, സിറിയയുടെ പ്രദേശം, അങ്ങനെ ഒരു സാമ്രാജ്യത്വ അധിനിവേശപരമായ നയമാണ് എക്കാലവും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഇസ്രയേൽ ഒരു വലിയ സൈനിക ശക്തിയാണ്, വലിയ സാമ്പത്തിക ശക്തിയാണ്, രാഷ്ട്രീയമായി പ്രബല രാഷ്ട്രങ്ങളുടെ പിന്തുണയുള്ളൊരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പലസ്തീൻ്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ പലസ്തീനെ ഇല്ലായ്മ ചെയ്യാൻ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ആക്രമണങ്ങൾ നടത്തി. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഈ 2023 ഒക്ടോബർ 7 ഇപ്പോൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം ഉണ്ടാകുന്നത് ഒക്ടോബർ 7 കുറേ വർഷങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇസ്രായേൽ അറബി ജനത ഏതാണ്ട് ഒരു സന്തോഷകരമായ രീതിയിൽ ജീവിച്ചു പോയ ഒരു കാലഘട്ടമായിരുന്നു ഒക്ടോബർ 7 വരെ. 2023 ഒക്ടോബർ 7 പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പാലസ്തീൻകാരാണ്. പാലസ്തീൻകാർ ഇസ്രായേൽ കടന്നു കയറുകയും അവിടെ കുറേ ആളുകളെ വധിക്കുകയും അതുപോലെ കുറേ ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയി ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്ന മനഃപൂർവ്വമായി വന്ന് ഇസ്രായേലിനെ മാന്തുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് ഇപ്പോൾ 42,000 പേര് മരിച്ച പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെല്ലാം നീങ്ങിയത്. അപ്പോൾ പ്രശ്നത്തിന് ഇത്തവണ തുടക്കക്കാരൻ വാസ്തവത്തിൽ പാലസ്തീൻകാരല്ലേ? അത് ഒന്ന്, നമ്മൾ ഈ ഭീകര പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്ന ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മളൊരു രാഷ്ട്രീയ നിഷ്പക്ഷതയോടുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ലോകത്ത് എവിടെ ഭീകര പ്രവർത്തനം ഉണ്ടായാലും അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, അതിനൊരു അടിച്ചമർത്തലിൻ്റെ ചരിത്ര പശ്ചാത്തലം ഉണ്ടാവും എന്നുള്ളതാണ്. അസംതൃപ്തരായ ജനങ്ങളാണ് ഭീകരവാദത്തിലേക്ക് തിരിയുന്നത്. അതുകൊണ്ട് ഭീകരവാദം ഉണ്ടാകുന്നതല്ല, സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതിന് കാരണക്കാരായ ആളുകൾ അത് സൃഷ്ടിക്കുന്നു, അവർക്കതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത്. പക്ഷേ ഭീകരവാദത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടുമില്ല. ഭീകരവാദം പ്രശ്നപരിഹാരമാണോ? അതുമല്ല. കാരണം ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ ജനാധിപത്യ അവകാശങ്ങൾ ഏതൊരു ജനതയ്ക്കും പിടിച്ചുപറ്റാൻ കഴിയും. അപ്പോൾ ജനാധിപത്യേതരമായ മാർഗങ്ങളിലൂടെ, അത് അക്രമത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ ഒക്കെ മാർഗങ്ങളിലൂടെ ജനങ്ങൾ സഞ്ചരിക്കുന്നത് ജനങ്ങളെ ആ രീതിയിൽ സംഘടിപ്പിച്ച് മുന്നേറുന്ന ആ സാഹചര്യം മുതലെടുക്കുന്ന സംഘടനകളാണ്. അതുകൊണ്ട് ഭീകരവാദത്തോട് നമുക്ക് യോജിക്കാനാവില്ല, അതിനെ നമ്മൾ അപലപിക്കുന്നു. പക്ഷേ അതേസമയം ഭീകരവാദം സൃഷ്ടിക്കപ്പെടുന്നതാണെന്നുള്ള യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് കണ്ണടയ്ക്കാനുമാവില്ല. ഇപ്പോൾ തന്നെ ലോകത്ത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹമാസിൻ്റെ പിന്നിൽ അമേരിക്കൻ ശക്തിയുണ്ട്. ഹമാസിനെ പിന്തുണച്ചതിൻ്റെ രേഖ അമേരിക്കൻ സെനറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഖ്വയ്ദയുടെ സൃഷ്ടിക്ക് പിന്നിൽ അമേരിക്കയുടെ കരങ്ങളുണ്ട്. അപ്പോൾ ലോകത്ത് എവിടെയൊക്കെ ഭീകരപ്രസ്ഥാനങ്ങളുണ്ടോ അവിടെയൊക്കെ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ സങ്കുചിത താല്പര്യാർത്ഥം, അത് സാമ്പത്തിക താല്പര്യമാവാം, രാഷ്ട്രീയ താല്പര്യമാവാം, അവർ ഈ ഭീകരപ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അവരെ അടിച്ചമർത്തുകയും അതിനെ ഒരു ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് സാമ്രാജ്യത്വത്തിൻ്റെ മറ്റു താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് സത്യത്തിൽ ഇന്ന് ലോകത്ത് ഈ ഭീകരവാദം, അതിനെ കൈകാര്യം ചെയ്യൽ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഒരു ആകർഷകമായ മുദ്രാവാക്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണ്. ഇതിനകത്ത് അതായത് പാലസ്തീൻ ജനത ഒരു ഭാഗത്തും ഇസ്രായേൽ മറുഭാഗത്തും, ഇതിൽ ഏത് പക്ഷത്താണ്, ആരുടെ നിലപാടിനോടാണ് SUCI ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും പറയാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ സംഗതി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഇവിടെ ഈ ഇസ്രയേലിൽ ഹമാസ് നടത്തിയെന്ന് പറയുന്ന ആക്രമണം, ഹമാസ് ഒരു സൈനിക ശക്തിയല്ല, തുച്ഛമായ സൈനിക ശേഷിയുള്ളൊരു രാജ്യമാണ്, അല്ലെ പ്രദേശമാണ്. അതേസമയം ഇസ്രയേലാവട്ടെ ലോകത്തെ വൻ സൈനിക ശക്തികളിലൊന്നാണ്. ഇന്ന് ഇറാനെ പോലൊരു ശക്തി ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിട്ട് പോലും അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെ അതിനെ ചെറുക്കാൻ കഴിഞ്ഞ രാജ്യമാണ്. അവിടെ എങ്ങനെയാണ് ഹമാസ് ഒരു ആക്രമണം നടത്തിയത്? നിസ്സാരന്മാരായ ഈ ഹമാസ്
ഇസ്രായേലുമായി തട്ടിച്ചു നോക്കും. അല്ലല്ല, അത് കെട്ടിച്ചമച്ചതാണെന്നാണ് പറയുന്നത്. കെട്ടിച്ചമച്ചതല്ല, അത് അനുവദിച്ചു കൊടുത്തതാണോ, അതിനെ ഒരു നിമിത്തമാക്കി എടുത്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ രീതിയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ബോധപൂർവ്വം ഇസ്രായേലും കൂടി അല്ലെങ്കിൽ അമേരിക്ക കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പ്ലാനാണെന്നാണ് പറയുന്നത്. ആകാം ആണെന്ന് കൺക്ലൂസീവ് ആയിട്ട്, അതായത് പിന്നെ സന്നിഗ്ധമായിട്ട് പറയാൻ ഇന്ന് നമുക്ക് സാധ്യമല്ല. പക്ഷേ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ഹമാസിന് ശേഷിയില്ല എന്നുള്ളത് സത്യമാണ്. അവിടെ ഹിസ്ബുള്ളയ്ക്കും ഇല്ല. ഹിസ്ബുള്ളയും ഇറാന്റെ ഒരു പിന്തുണയിലാണ് നിലനിൽക്കുന്നത്, ഹിസ്ബുള്ളയ്ക്കും ഇല്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് ലെബനനിലേക്ക് ഇരച്ചു കയറുന്ന ഇസ്രായേൽ, ഹമാസിന്റെ മേഖലകളിലേക്ക് ഗാസയിലേക്ക് ഇരച്ചു കയറുന്ന ഇസ്രായേൽ, അവരെല്ലാം അവിടെ നിലംപരിശാക്കിക്കൊണ്ട് എല്ലാ യുദ്ധമര്യാദകളും, യുദ്ധമൊന്നും അല്ലിത്, ഇത് വെറും അക്രമമാണ്. യുദ്ധമര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജനതയാകെ തുടച്ചു നീക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നവൻ്റെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് മനസാക്ഷിയുള്ളവരുടെ ഉത്തരവാദിത്വം, അത് വ്യക്തിയായാലും സംഘടനയായാലും. അതുകൊണ്ട് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പലസ്തീൻ്റെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം. ഒരു രാഷ്ട്രം എന്നുള്ള നിലയിലുള്ള അവരുടെ പദവി ലോകം അംഗീകരിച്ചു കൊടുക്കണം. ഐക്യരാഷ്ട്രസഭയിൽ ഒരു രാഷ്ട്രമെന്ന സ്ഥാനം അവർക്കുണ്ടാവണം. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവർക്ക് തിരിച്ചു നൽകണം. അങ്ങനെ ഇസ്രായേലി ജനതയ്ക്കും പലസ്തീൻ ജനതയ്ക്കും സമാധാനപരമായി കഴിഞ്ഞുകൂടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ അധിനിവേശപരമായ നയങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ളവർ അവർക്ക് നൽകുന്ന ഉറച്ച പിന്തുണയും. അതെ, അതിനാണ് പരിഹാരം ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യായത്തിൻ്റെ ഭാഗത്ത് എന്ന നിലയിൽ ഇന്ന് ഹിസ്ബുള്ളയുടെ മേലുള്ള ആക്രമണത്തെയും ഹമാസിൻ്റെ മേലുള്ള ആക്രമണത്തെയും അപലപിക്കുന്നത്. നമുക്കിനി ദേശീയ രംഗത്തേക്ക് വരാം. SUCI എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുവാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്താണ് അവരുടെ നയങ്ങളെ ചേർത്തുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസികൾ രാജ്യത്തെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അധ്വാനിക്കുന്നവർക്ക്, തൊഴിലാളികൾക്ക്, കർഷകർക്ക് പ്രയോജനപ്രദമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപീകൃതമായ ഒരു സംഘടനയാണ് SUCI. എൻ്റെ ചോദ്യം, SUCI രൂപീകരിക്കേണ്ട ഒരു സാഹചര്യവും അതിൻ്റെ ഒരു വളർച്ചയും ഒന്ന് പ്രേക്ഷകരോട് പറയാമോ? 1948 ഏപ്രിൽ 24-ാം തീയതിയാണ് SUCI രൂപം കൊള്ളുന്നത്. അന്ന് SUCI എന്ന പേരിലായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഒരു പാർട്ടി കോൺഗ്രസ്സിൽ SUCI കമ്മ്യൂണിസ്റ്റ് എന്ന പേര് സ്വീകരിക്കുന്നത്. 48-ൽ ഈ സംഘടന രൂപീകരിക്കുമ്പോൾ എന്താണ് ഈ സംഘടനയുടെ സാങ്കത്യം? എന്തിനാണ് ഇതുപോലൊരു പാർട്ടി രൂപീകരിച്ച് കെട്ടിപ്പടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അതെന്തുകൊണ്ട് വിരലിലെണ്ണാവുന്ന ചെറുപ്പക്കാർ ബംഗാളിൽ, അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണയൊന്നുമില്ലാതെ അവർക്ക് എങ്ങനെ ഇത് സാധിക്കും? എന്തിനാ സാഹസത്തിന് മുതിരുന്നു എന്ന ചോദ്യം അന്നേ ഉയർത്തപ്പെട്ടതാണ്. അവിടെ 48-ൽ തന്നെ. അന്ന് പാർട്ടിയുടെ സ്ഥാപകൻ സഖാവ് ശിവദാസ് ഘോഷ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മുൻകൈയെടുത്താണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. അല്ല, സഖാവ് ശിവദാസ് ഘോഷ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് CPI ആണുള്ളത്. CPM വന്നിട്ടില്ല, CPI 64 വരുന്നത്. അന്ന് CPIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല, അന്ന് RSP എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ശിവദാസ് ഘോഷ്. അതെ, അത് 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇവരെല്ലാം അറസ്റ്റഡ് ആവുകയും ജയിലിൽ വച്ച് ഒരു ഇന്ത്യയുടെ വിമോചനത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള പരിചിന്തനം നടത്തുകയും അതിന് എന്ത് ലൈനാണ് സ്വീകരിക്കേണ്ടത്, ഏത് രീതിയിലുള്ള സംഘടനയാണ് ആവശ്യം, എങ്ങനെയാണ് ജനങ്ങളെ സംഘടിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ ഗഹനങ്ങളായ ആശയവിനിമയങ്ങൾ നടക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ജനങ്ങളെ വിമോചനത്തിലേക്ക് നയിക്കാൻ കഴിയൂ എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ SUCIക്ക് രൂപം കൊടുക്കുന്നത്. അത് ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം 48-ലാണത് രൂപം മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന സഖാവ് നിഹാർ മുഖർജിയെ പോലെയുള്ള, കിരൺ സർക്കാരിനെ പോലെയുള്ള, സച്ചിൻ ബാനർജിയെ പോലെയുള്ള, പ്രതീഷ് ചന്ദയെ പോലുള്ള ഒരു കൂട്ടം വിപ്ലവകാരി, ഇവരൊക്കെ അന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് നയിക്കുന്ന ഒരു മുഖ്യധാര എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ നേതൃത്വം നൽകുന്ന സമാധാനപരമായ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക, അതിനായി ബ്രിട്ടീഷുകാരോട് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ ജനങ്ങളെ അണിനിരത്തി സമാധാന മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരോട് യാചിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
നേടിയെടുക്കുക എന്നൊരു ലൈനാണ് സ്വീകരിച്ചിരുന്നത്. അതിന് ബദലായി ചിന്തിച്ചിരുന്ന അനേകം സംഘടനകളെന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ യുഗാന്തറിനെ പോലെയുള്ളൊരു വിപ്ലവ സംഘടന, അല്ലെ അനുശീലൻ സമിതിയെ പോലെ ഒരു വിപ്ലവ ഗ്രൂപ്പ്. അതിലെ ഈ അനുശീലൻ സമിതിയിൽ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു സഖാവ് ശിവദാസ് ഘോഷും സഖാവ് നിഹാർ മുഖർജിയും ഒക്കെ. മറ്റ് സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നവരുണ്ടായിരുന്നു. നമുക്കറിയാം ഭഗത് സിംഗിൻ്റെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ചന്ദ്രശേഖർ ആസാദും ഒക്കെ രൂപീകരിച്ച അത്തരത്തിലുള്ള സംഘടനകൾ, ധാരാളം വിപ്ലവ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മൾ യാചിക്കുന്നത് കൊണ്ട്, നമ്മൾ ആവശ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല. ബ്രിട്ടീഷുകാർ ആയുധത്തിൻ്റെ, സൈന്യത്തിൻ്റെ ബലത്തിലാണ് ഈ രാഷ്ട്രത്തെ അടിച്ചമർത്തി ഭരിക്കുന്നത്. അതുകൊണ്ട് സായുധമായൊരു പോരാട്ടം അനിവാര്യമാണ് എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് ഈ വിപ്ലവ ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചിരുന്നത്. അവരക്രമികളായിരുന്നില്ല, അവർക്ക് അക്രമത്തിൻ്റെ മാർഗം സ്വീകാര്യവുമായിരുന്നില്ല. നേരെ മറിച്ച് ഒരക്രമത്തെ ചെറുക്കാൻ സായുധമായൊരു ചെറുത്തുനിൽപ്പ് ആവശ്യമാണ് എന്ന കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അക്രമത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മാർഗമാണ് അവർ സ്വീകരിച്ചത്. അവരെ അക്രമികളെന്ന് മുദ്രകുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതായിരുന്നില്ല യാഥാർത്ഥ്യം. അതെല്ലാ കാലത്തും ഇത്തരത്തിൽ ചിന്തിക്കുന്ന സംഘടനകൾ നേരിടുന്ന ഒരു വിപര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്നയാളായിരുന്നു ശിവദാസ് ഘോഷ്. അദ്ദേഹം RSP എന്ന ഒരു സംഘടന നിലവിൽ വന്നപ്പോൾ അതിലോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തെങ്കിലും RSPക്ക് അന്ന് നിലനിന്നിരുന്ന CPI എന്ന പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമായ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘടന രൂപീകരിക്കാൻ. അതെ. അപ്പോൾ SUCI അങ്ങനെ രൂപീകൃതമാവുന്നു. അതെ. അപ്പോൾ അവിടെ മുന്നോട്ട് വെച്ച ചില പ്രശ്നങ്ങളുണ്ട്. അതായത് CPIക്ക് ചില തെറ്റുകൾ പറ്റി. അങ്ങനെയാണെങ്കിൽ CPIയുടെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തി CPIയെ വീണ്ടും ശക്തിപ്പെടുത്തിയെടുത്തിയാൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ സഖാവ് ശിവദാസ് ഘോഷ് പറഞ്ഞത് അങ്ങനെ CPIയെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ചിന്താ പ്രക്രിയയും അതിൻ്റെ പ്രവർത്തന പദ്ധതിയും ആകെ തന്നെ മാർക്സിസത്തിന് നിരക്കുന്ന രീതിയിൽ അല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം. അതിന് സഖാവ് ശിവദാസ് ഘോഷ് പറഞ്ഞ ഒരു കാര്യം, മാർക്സിസം ഒരു സയൻസാണ്. എല്ലാ ശാസ്ത്രശാഖകളും മുന്നോട്ട് വയ്ക്കുന്ന അറിവുകളെ കോർത്തിണക്കിക്കൊണ്ട് അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഏതൊരു ജ്ഞാനത്തെയും പോലെ തന്നെ, ഏതൊരു സിദ്ധാന്തത്തെയും ആശയത്തെയും പോലെ തന്നെ അത് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്സോ ഏംഗൽസോ പറഞ്ഞ കാര്യങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു രാജ്യത്തും വിപ്ലവം നടത്താനാവില്ല. നേരെ മറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെ അടിത്തറയാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സവിശേഷ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സവിശേഷ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സാമാന്യ തത്വങ്ങൾ പ്രയോഗിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു രാജ്യത്തും വിപ്ലവം നടത്താൻ കഴിയൂ. ആ ഒരു ഉത്തരവാദിത്വം CPI ഏറ്റെടുത്തില്ല. അതുകൊണ്ട് തന്നെ CPIക്ക് ഇന്ത്യൻ മണ്ണിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ കഴിഞ്ഞില്ല. അവർക്ക് മാർക്സിസത്തോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു, ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു, വളരെ ത്യാഗധനന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു, ഒരുപാട് സമരങ്ങൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊന്നും അനാദരവ് നമ്മൾ പുലർത്തേണ്ട കാര്യമില്ല. അതിനെയൊക്കെ ആദരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, അതുകൊണ്ടൊന്നും ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവില്ല. ആത്മാർത്ഥതയോ സത്യസന്ധതയോ സംഘടന ബലമോ ഒന്നുമല്ല അത് നിർണ്ണയിക്കുന്നത്, ശരിയായ ലൈനാണ്. ആ ശരിയായ ലൈൻ രൂപീകരിക്കപ്പെടുന്നത് മാർക്സിസത്തെ ശരിയായി മനസ്സിലാക്കുകയും ഒരു രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ അത് ശരിയായി പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് SUCI രൂപീകരിക്കപ്പെട്ടത്. എൻ്റെ അടുത്ത ചോദ്യം, 1948 രൂപീകൃതമായ SUCIയുടെ ഒരു വളർച്ച, അവർ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ രാജ്യത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായി മോദി ഭരണത്തിനെതിരെ എങ്ങനെ ജനങ്ങളെ അണിനിരത്തി ജനങ്ങളെ ഇവരുടെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ട് ചിന്തിപ്പിക്കുകയും അവരെ ഒരു ഫ്ലാഗിൻ്റെ കീഴിൽ അണിനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് SUCI മുൻകൈയെടുത്ത്. SUCIക്ക് തന്നെ നടത്താവുന്ന കാര്യങ്ങളല്ല, SUCI മറ്റ് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള മറ്റ് സംഘടനകൾ കോർത്തിണക്കി കൊണ്ടുപോകാനുണ്ടായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ 1948 ശേഷം ഇന്ന് വരെ നടത്തിയെന്ന് ചുരുക്കത്തിലൊന്ന് പറയാം. 48 രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ പാർട്ടിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇവിടെ മിസ്റ്റർ ഷാജി ഇപ്പൻ സൂചിപ്പിച്ച അതേ ലൈൻ തന്നെയാണ്. ഒരു പാർട്ടി ഒറ്റയ്ക്ക് ജനങ്ങളെ നയിക്കുക എന്ന കാഴ്ചപ്പാടായിരുന്നില്ല. പാർട്ടി അതിന് പര്യാപ്തമായിരുന്നില്ല സംഘടനാപരമായി. അപ്പോൾ സ്വാഭാവികമായും സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് മുന്നേറുക എന്ന ലൈൻ തന്നെയാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1967 ബംഗാളിലൊരു മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ SUCIയും CPIയും CPIMും ഒക്കെ യോജിച്ച് മത്സരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിസഭ നിലവിൽ വരികയും 2 വർഷം അവിടെ ഭരിക്കുകയും ചെയ്തു. അന്ന് SUCIയുടെ
കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സുബോധ് ബാനർജി ആയിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രി. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ്റിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അതിന് പ്രധാന കാരണം ബംഗാളിൽ തൊഴിലാളികൾ അവരുടെ സമരങ്ങൾ നടത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. ഖരാവോ എന്ന് പറയുന്ന വിഖ്യാതമായ കുപ്രസിദ്ധമെന്ന് ശത്രുക്കൾ വിശേഷിപ്പിക്കുന്ന ഒരു സമര രൂപം, അതായത് തൊഴിലാളി നേരിട്ട് മുതലാളിയോട് കണക്ക് പറയുന്ന, അന്യായത്തിനെതിരെ നിലകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമരരൂപം അന്ന് ബംഗാളിൽ വികസിച്ചു വന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അവിടെ അരാജകത്വമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അതേ മുന്നണി തന്നെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിനെ സ്വീകരിക്കുകയും അധികാരികൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. എന്തായാലും രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ തൊഴിൽ വകുപ്പ് SUCIക്ക് നൽകാൻ CPM ഒന്നും തയ്യാറായില്ല. അവർ അതിനോട് വിയോജിച്ചു. കാരണം അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സുദീർഘമായ ഭരണം സാധ്യമാവുന്നില്ല. ഭരണമാണല്ലോ ലക്ഷ്യം, ജനങ്ങളുടെ മോചനമല്ലല്ലോ. അപ്പോൾ അതിന് തടസ്സമാണെന്ന് ഉള്ളതുകൊണ്ട് SUCIക്ക് അന്ന് PWD വകുപ്പാണ് നൽകിയത്, പൊതുമരാമത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വകുപ്പിലും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയും. ഞാനിത് സൂചിപ്പിച്ചത് ഭരണത്തെക്കുറിച്ച് പറയാനല്ല. ബംഗാളിൽ CPI, CPM അടക്കമുള്ള പാർട്ടികളുമായി ചേർന്ന് ഒരു മുന്നണിയിലായിരുന്നു SUCI ദീർഘകാലം. അല്ല, അവിടെ കേട്ടെ, ഞാൻ അടുത്ത ചോദ്യം വളരെ യോജിച്ച് ഒരു മുന്നണിയിൽ 67 മുതൽ CPM ഉം CPI യും SUCIയും ഒരു മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുകയും മന്ത്രിസഭയിൽ 2 പ്രാവശ്യം ഒരുമിച്ച് വരികയും ചെയ്തു. പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നത് CPM-ഉമായിട്ട് യോജിച്ചുള്ള ഒരു മത്സരമോ ഒന്നും നടന്നിട്ടില്ല. അതെന്താ കാരണം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് SUCIയുടെ ഭരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, കമ്മ്യൂണിസ്റ്റുകളുടെ കാഴ്ചപ്പാട് എല്ലാം അത് തന്നെയാണ്. അതായത് ഭരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനാവില്ല. ഒരു സംസ്ഥാനത്തോ എന്തൊരു കേന്ദ്രത്തിൽ പോലുമോ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രം ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ആ ഭരണത്തിലൂടെ പരിഹാരം ഉണ്ടാക്കാനാവില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഭരണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ മുതലാളി വർഗത്തിൻ്റെ ഭരണമാണ്. അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രീതി, ആ നിയമങ്ങളെ കോടതികൾ വ്യാഖ്യാനിക്കുന്ന രീതി, അതിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് സമ്പന്നൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് 67 ഈ മന്ത്രിസഭയിൽ അംഗമായത്? അതെ, മന്ത്രിസഭയിൽ അംഗമാകുന്ന വഴി, ഒരു ഭരണം കിട്ടുന്നത് വഴി ജനങ്ങളെ ഈ യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുത്താൻ, അധികാരം കിട്ടുന്നത് കൊണ്ട് പോലും നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്നും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ദിശയിൽ പാതയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയും. 1. 2. ആ പരിമിതമായ അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സത്യസന്ധമായി അഴിമതി രഹിതമായി ഭരിക്കാൻ നമുക്ക് കഴിയും. 3. പോലീസിനെ സമരങ്ങളെ അടിച്ചമർത്തുന്നതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സമരങ്ങളുടെ വളർച്ചയ്ക്ക് നമുക്ക് വഴിയൊരുക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പരിമിതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാവും എന്നുള്ളത് കൊണ്ടാണ് അതിന് മുതിരുന്നത് എന്ന് മാത്രമല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനൊരു പ്രാധാന്യമുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ ആശയപ്രചരണം നടത്താനുള്ള, അവരെ രാഷ്ട്രീയമായി സജ്ജരാക്കാനുള്ള ഒരു വേദിയാണ്. ആ വേദി കമ്മ്യൂണിസ്റ്റുകൾ ഒഴിവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഭരിക്കാൻ അവസരം കിട്ടിയാൽ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ആ സമരപാതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അല്ലാതെ അധികാരത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ജനങ്ങൾക്ക് മാക്സിമം പരമാവധി ഗുണങ്ങൾ, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റണം. അതെ, ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു ഗുണപരമായ വ്യത്യാസമുണ്ട്. ഗുണങ്ങൾ ചില ആനുകൂല്യങ്ങളല്ല. ഗുണങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു ജനതയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് കൂടി അതിൻ്റെ ഗുണമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് അതിൽ യോജിച്ചത്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPI-യെ സംബന്ധിച്ചിടത്തോളം ഭരണത്തെ അവർ കാണുന്നത് ഈ ഒരു ദിശയിലല്ല. നേരെ മറിച്ച് പാർലമെൻറ്റിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുന്ന ക്രൂഷ്ചേവിൻ്റെയും മറ്റൊരു തിരുത്തൽവാദ ലൈൻ ലോകത്തുണ്ട്. ആ തിരുത്തൽവാദ ലൈനാണ് CPI, CPM പാർട്ടികൾ പിന്തുടരുന്നതെന്നുള്ളത് കൊണ്ട് അവർ ഭരണത്തിൽ വരുന്നത് ഭരണത്തിൽ ഇരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വ്യാമോഹം ജനിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ വാഗ്ദാനങ്ങൾ വയ്ക്കുന്നത്, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വയ്ക്കുന്നു. അധികാരത്തിലെത്തിയാൽ 100 ദിവസം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ 365 ദിവസം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പ്രലോഭിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ജനങ്ങളുടെ ഈ ദിശയിലുള്ള പ്രവർത്തനമല്ല. അതുകൊണ്ട് SUCIയുടെ കാഴ്ചപ്പാടും CPI, CPM പാർട്ടികളുടെ കാഴ്ചപ്പാടും ഭരണത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചും
ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് SUCA ഉൾക്കൊള്ളാൻ CPM CPI പാർട്ടികൾ, CPM പ്രത്യേകിച്ച് അവരാണ് ലീഡിംഗ് പാർട്ടി, തയ്യാറാകുന്നില്ല. അതുകൊണ്ട് SUCA അവരൊഴിവാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആ മുന്നണിയിൽ നിന്ന് ഒഴിവായി പോവുകയല്ല ചെയ്തത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ CPM-മായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യത SUCA ഉണ്ടോ? തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിനെ കുറിച്ച് നയപരമായിട്ടുള്ള കാര്യം പഠിക്കട്ടെ. ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ബംഗാളിലും അതുപോലെ കേരളത്തിലുമൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് CPM-ൻ്റെ ഇടതുമുന്നണിയോട് ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിക്കുവാൻ SUCA തയ്യാറാണോ? തീർച്ചയായിട്ടും തയ്യാറാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിനെ മാത്രം മുൻനിർത്തിയുള്ള മുന്നണിയോട് നമുക്ക് യോജിപ്പില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ പാർട്ടി മുൻകൈയെടുത്താണ് ഇന്ത്യയിൽ 6 പാർട്ടികളുടെ ഒരു ഐക്യം, ഇടതുപക്ഷ പാർട്ടികളുടെ CPI CPIM SUCI RSP ഫോർവേഡ് ബ്ലോക്ക് ലിബറേഷൻ, ഈ 6 പാർട്ടികൾ ചേർന്നൊരു സഖ്യം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ആ സഖ്യത്തിൻ്റെ മുമ്പാകെ നമ്മൾ വെച്ച കാഴ്ചപ്പാട് ജനങ്ങളുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാനുള്ള മുന്നണി, ആ സമരത്തിൻ്റെ ഭാഗമായി സമരത്തിൻ്റെ ഭാഗമെന്നോണം തെരഞ്ഞെടുപ്പിനെ വീക്ഷിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലും മത്സരിക്കാം. അതല്ലാതെ അധികാരത്തിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടുന്ന മുന്നണിയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വേറെയാണ്. അത് എങ്ങനെയും അധികാരത്തിൽ കയറിപ്പറ്റുക എന്നുള്ള ലക്ഷ്യമേ ഉള്ളൂ. സമരം അവിടെ ഇല്ല. സമരം ഇല്ലാത്തിടത്തോളം ജനങ്ങളുടെ താല്പര്യങ്ങളും. വിപ്ലവത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് CPM-ൻ്റേത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്, SUCI-യുടേത് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമാണ്. CPM-കാർ അവകാശപ്പെടുന്നതിൽ പറയുന്നത് മാർക്സ് പറഞ്ഞതുപോലെ ജന്മിത്വം ഇവിടെ പരിപൂർണമായിട്ടും മാറിയിട്ടില്ല. ആ ജന്മിത്വത്തിൻ്റെ പുറത്ത് മുതലാളിത്തം അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്, സോഷ്യലിസ്റ്റ് വിപ്ലവമല്ല വേണ്ടത്. സോഷ്യലിസ്റ്റ് വിപ്ലവം എന്ന് പറയുന്നത് ജന്മിത്വം പരിപൂർണമായി മാറിക്കഴിയുമ്പോൾ പിന്നെ വരുന്ന മുതലാളിത്തം കഴിഞ്ഞിട്ടുള്ള സോഷ്യലിസം, അതിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു ധാരണ CPM-ൻ്റേത് അടിസ്ഥാനപരമായി വളരെയധികം വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്? അത് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്കത് ചർച്ച ചെയ്യാൻ കഴിയും. അതായത് ഈ 6 പാർട്ടി കോമ്പിനേഷനെ ഇല്ലാതാക്കി അതിൽ നിന്ന് SUCA ഒഴിവാക്കിയത് CPI CPM മുൻകൈയെടുത്താണ്. അവിടെയും ഐക്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുകയായിരുന്നു. നിങ്ങൾ CPIM-ഉമായിട്ട് സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേയില്ല. ഞങ്ങളെ സഹകരിപ്പിക്കാൻ അവർക്കാകുന്നില്ല. കാരണം ആ മുന്നണിയുടെ ലക്ഷ്യം വേറെയായി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് ബ്രേക്ക് ആവുന്നു. അവർ കോൺഗ്രസുമായി ചങ്ങാത്തത്തിലാവുന്നു. ഒരു BJP-യെ പോലെ തന്നെ ഒരു ബൂർഷ്വാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും BJP അധികാരത്തിൽ വന്നാലും ഒരേ നയങ്ങൾ നടപ്പിലാക്കുന്നു. BJP ഏറ്റവും വലിയ അപകടം മണക്കുന്ന ഒരു പാർട്ടിയാണ്. എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധ പാർട്ടി, ഫാസിസ്റ്റ് പാർട്ടി. അതേപോലെ ജനങ്ങൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ 10 വർഷമായിട്ട് നിലകൊണ്ടിരുന്ന ഒരു മുതലാളിത്ത ഫാസിസ്റ്റ് പാർട്ടിയാണ് BJP എന്നുള്ള കാര്യം സംശയമായിട്ട്. ആ BJP-ക്കെതിരെ ഇനി ചെറുകിട പാർട്ടി ആയാലും ചെറിയ പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവരെ ഒരുമിച്ച് നിർത്തി തൽക്കാലം അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി ഇവരെല്ലാം ഒന്നിക്കണം എന്നുള്ള നിലപാടാണ് CPM-നുള്ളത്. അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസുമായിട്ട് പോലും ഒരു മുന്നണി ഉണ്ടാക്കുന്നതിൽ മുമ്പോട്ട് വന്നത്. നയപരമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസിൻ്റെ പല നയങ്ങളും BJP-യുടെ നയം തന്നെയാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി അതിൽ ഭേദം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിന് നേതൃത്വത്തിൽ ഒരു മുന്നണി രാജ്യത്ത്, അല്ലാതെ CPM-ന് വരാൻ പറ്റില്ല, SUCI-ക്ക് വരാൻ പറ്റില്ല രാജ്യത്ത് അധികാരത്തിൽ, സാധ്യത കൂടുതൽ. കാരണം രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഉള്ളൊരു സംഘടനയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു നിലപാടായിരുന്നു SUCI 2024 തിരഞ്ഞെടുപ്പ് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും അത് വിശദീകരിക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ പാർട്ടികളെയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമ്മുടെ രാജ്യം ഒരു ഫാസിസ്റ്റ് ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതിൽ BJP ഇന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന സംഘപരിവാർ ശക്തികളും എല്ലാം ചേർന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിൽ ഇന്ന് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അവർ ജനങ്ങളുടെ ശത്രുവാണ്, അതിലും തർക്കമില്ല. പക്ഷേ ഈ ഫാസിസത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ മനസ്സിലാക്കൽ നമുക്കുണ്ടാകും. ഫാസിസം എന്ന് പറയുന്നത് വെറും ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ ഒരു ഭീകരാവസ്ഥയോ അല്ല. ഫാസിസം എന്ന് പറയുന്നത് മുതലാളിത്ത സമൂഹം ഇന്ന് ചെന്നെത്തിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് ഉൽപ്പാദന രംഗത്തെ പ്രതിസന്ധിയാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് വിറ്റഴിക്കാൻ കഴിയുന്നില്ല, അത് കെട്ടിക്കിടക്കുന്നു. അപ്പോൾ കമ്പോള പ്രതിസന്ധി ഉണ്ടാകുന്നു. അത് കെട്ടിക്കിടക്കാതിരിക്കണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യണം. അപ്പോൾ ലാഭം ഉണ്ടാവില്ല, അപ്പം മുതലാളിത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഉൽപ്പാദനം, കമ്പോളത്തെ ലാക്കാക്കിയുള്ള ഉൽപ്പാദനം, ഉൽപ്പാദന രംഗത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണ്
മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, മാർക്സും എംഗൽസും ഒക്കെ ഈ മുതലാളിത്തം മാറണം എന്ന് പറയുന്നത്. അത് അനിവാര്യമാണ്. അനിവാര്യമായ സഹജമായ മുതലാളിത്ത വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. അപ്പോൾ അതിനവർ കണ്ടെത്തുന്ന മാർഗമാണ് ഫാസിസം. അതായത് ഈ മരണാസന്നമായിരിക്കുന്ന ഈ മുതലാളിത്ത വ്യവസ്ഥയെ അതിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആവിഷ്കരിക്കുന്ന നയമാണ് ഫാസിസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പ്രത്യയശാസ്ത്ര രംഗത്ത്, സാംസ്കാരിക മേഖലയിൽ എല്ലാം അത് പ്രതിഫലിക്കും. BJP കൈക്കൊള്ളുന്ന നയങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവർ വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുന്നു, വാണിജ്യവൽക്കരിക്കുന്നു. അവർ ചരിത്രത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു, ചരിത്ര പഠനം നിഷേധിക്കുന്നു. അവർ ശാസ്ത്രത്തിൻ്റെ പാഠങ്ങൾ സിലബസിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു, ഡാർവിനെ പോലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അവർ ശാസ്ത്രബോധം ജനങ്ങൾക്ക് നിഷേധിക്കുന്നു. കാര്യകാരണബദ്ധമായി ചിന്തിക്കാൻ, യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള ജനങ്ങളുടെ ശേഷിയെ കെടുത്തുന്നു. അങ്ങനെ ഒരു ഇരുണ്ട ഫാസിസ്റ്റ് യുഗത്തിലേക്ക് എല്ലാ മേഖലകളെയും, സാമ്പത്തിക രംഗത്താണെങ്കിൽ സമ്പൂർണ്ണമായ കേന്ദ്രീകരണം, ഏതാനും ചില അദാനിമാരുടെ കൈകളിലേക്ക് സമ്പത്ത് മുഴുവൻ ചെന്ന് ചേരുന്ന സ്ഥിതി, രാഷ്ട്രീയമായി പരമാവധി കേന്ദ്രീകരണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 1 നേഷൻ 1 എലക്ഷൻ എന്ന് പറയുന്നത് അതൊരു വലിയ കേന്ദ്രീകരണത്തിന്, എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സ്വഭാവത്തെ പോലും അംഗീകരിക്കാതെ സംസ്ഥാനങ്ങളുടെ പങ്കിനെ നിഷേധിച്ചുകൊണ്ട് ഒരു സമൂഹം തന്നെ വൈവിധ്യമാർന്നൊരു സമൂഹത്തിൻ്റെ സവിശേഷതകളെ അംഗീകരിക്കാതെ ഒരു ഏകാത്മക സമൂഹത്തിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അത് ഒരു അധികാര കേന്ദ്രീകരണമാണ്. അപ്പോൾ അധികാര കേന്ദ്രീകരണം, സമ്പത്തിൻ്റെ കേന്ദ്രീകരണം, സാംസ്കാരിക രംഗത്തുള്ള ഈ ചിട്ടപ്പെടുത്തൽ, ഇത് മൂന്നും ചേർന്നതാണ് ഫാസിസം എന്ന് പറയുന്ന പ്രതിഭാസം. അങ്ങനെയെങ്കിൽ പക്കാ മുതലാളിത്ത പാർട്ടിയായ കോൺഗ്രസ് ഇതിൽ നിന്ന് ഭിന്നമാണോ? BJP പോലെ തന്നെ ഈ ഫാസിസ്റ്റ് നയം ആവിഷ്കരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് പദ്ധതികൾ നയപരമായ കാര്യങ്ങളിൽ ഇവർ രണ്ടും ചേട്ടാനിയന്മാരാണ്, അല്ലെങ്കിൽ ഇരട്ടപ്പെട്ട മക്കളാണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും രാജ്യത്തെ ജനങ്ങൾക്ക് ഈ മതനിരപേക്ഷതയെ തകർക്കുന്ന രീതിയിലുള്ള നയവുമായി, നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നത് BJP സംഘപരിവാറുമാണ്. അതുകൊണ്ട് സംഘപരിവാർ എന്ത് വില കൊടുത്തും BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് കോൺഗ്രസ് എന്തായാലും ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. ഈ 540 സീറ്റുള്ളത്, 43 സീറ്റുള്ളതിൽ 100 സീറ്റിനടുത്ത് കോൺഗ്രസ് ഇപ്പോഴും ഉള്ളൂ. അപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല. പക്ഷേ അവരെ നിയന്ത്രിക്കുവാൻ കഴിയും. നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഈ സംഘപരിവാർ ശക്തികളെ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറ്റുവാൻ, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് വളർത്തിയെടുക്കുന്നതിന് മുൻകൈ എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ, നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് അധികാരം എന്ന് പറയുന്നത് പരിമിതമായ അധികാരമാണ്. ഒരു സംസ്ഥാനത്തോ ഏതാനും സംസ്ഥാനങ്ങളിലോ അധികാരത്തിൽ വരുന്നത് കൊണ്ടും നമുക്ക് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ഉൽപ്പാദനത്തിലും വിതരണത്തിലും വരെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിന് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ആകെ പരിവർത്തനം കൊണ്ടുവരേണ്ടി വരും. അത് ലക്ഷ്യം വെച്ചുള്ള ബൃഹത്തായൊരു ജനമുന്നേറ്റത്തിലൂടെ മാത്രമേ അത് സാധ്യമാവൂ. അപ്പോൾ ഈ പരിമിതമായ അധികാരത്തിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ്. ഇതാര് ചെയ്യണം? അവർ യഥാർത്ഥത്തിൽ മുതലാളി വർഗത്തിൻ്റെ ഒരു കാര്യസ്ഥ പണിയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് വന്നു. കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ ഇന്ന് വരെ ചെയ്തത് മുതലാളിത്ത നയങ്ങൾ നടപ്പിലാക്കലാണ്. കോൺഗ്രസിന് ശേഷം പല ഗവൺമെൻറ്റുകൾ വന്നു. ഈവൻ CPI CPM പങ്കാളിത്തമുള്ള അല്ലെ പിന്തുണയുള്ള ഗവൺമെൻറ് വന്നിട്ട് പോലും അതിൻ്റെ നയങ്ങൾ മുതലാളിത്ത നയങ്ങളാണ്. അതേ നയങ്ങളാണ്. ചെറിയ ചില പുറമേക്കുള്ള വ്യത്യാസങ്ങളുണ്ടാകും. അവർ എന്തെങ്കിലും ആകർഷകമായ ഘടകങ്ങൾ ചേർക്കും, അത്രയേ ഉള്ളൂ. BJP വന്നപ്പോഴോ ഞങ്ങൾക്കൊരവസരം തരൂ, ഞങ്ങളെല്ലാം മാറ്റിമറിക്കാമെന്ന് പറഞ്ഞല്ലേ BJP ആദ്യം പ്രചരണം നടത്തി. BJP കോൺഗ്രസിൻ്റെ നയങ്ങളെ അതിനേക്കാൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം BJP കോൺഗ്രസിനെതിരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് BJPക്കെതിരെ അല്ല. ഞാൻ പറയട്ടെ, BJP കോൺഗ്രസിനെതിരാണ്, കോൺഗ്രസ് BJPക്കെതിരാണെന്നുള്ളത് നമ്മുടെ ഒരു വ്യാമോഹമാണ്. BJP കോൺഗ്രസും ബേസിക്കലി ഒന്നാണ്. ബേസിക്കലി ഒന്ന് എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അത് പറയാം. ആ ചോദ്യത്തിന് ഏറ്റവും മുന്തിയ അപകടകാരി ആരാണ്? അതൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് വരികയാണ്. ആദ്യത്തെ പാർട്ടി ഇതാണ്. കാരണം തെരഞ്ഞെടുപ്പ് എന്താണെന്നും അധികാരം എന്താണെന്നും ഈ പാർട്ടികൾ ആരാണെന്നും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിലേക്ക് വരാം. അവിടെ BJP ശരിയാണ്. കോൺഗ്രസ് ബാബറി മസ്ജിദിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതേ ഉള്ളൂ, ശിലാന്യാസത്തിന് അനുമതി കൊടുത്തതേ ഉള്ളൂ. അത് പൊളിച്ചടുക്കിയത് BJP ആണ്. ഇതാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം.
കോൺഗ്രസ്സിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാരം കിടക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യക്ഷത്തിലെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് ചില തടസ്സങ്ങളുണ്ടെന്ന് വിചാരിക്കാം. അതേസമയം BJPക്ക് അങ്ങനെയുള്ള യാതൊരു ബാധ്യതകളുമില്ല. അവർ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ്, അതിനെതിരെ പ്രവർത്തിച്ചവരാണ്, ബ്രിട്ടീഷുകാരോട് ചങ്ങാത്തം സ്ഥാപിക്കുന്നവരാണ്. ഇന്ന് അമേരിക്കയുമായി ഇസ്രായേലുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറയുന്നത് അലർജിയാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്താലേ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കാനാകൂ എന്ന് അവർക്ക് അറിയുകയും ചെയ്യും. കോൺഗ്രസും അതുതന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായി ചെയ്യുന്നതെങ്കിലും BJPയെ അപേക്ഷിച്ച് അത്ര വേഗത്തിൽ, അത്ര ആഴത്തിൽ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ആളുകൾ ഏതൊരു വോട്ടറും മനസ്സിലാക്കുന്നത് പോലെ ഇത്തവണ ആര് വരണം, ഇത്തവണ ഇവരെ മാറ്റി അവർ വരണോ, അവരെ മാറ്റി ഇവർ വരണോ എന്ന് ചിന്തിക്കുന്ന ആ നിലയിൽ നിന്ന് ചിന്തിച്ചാൽ പോരാ. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഇത് രണ്ടും ഒരേ ശക്തികളാണെന്നും ഇതിൽ ആരധികാരത്തിൽ വന്നാലും അത് ജനങ്ങൾക്കെതിരായിരിക്കുമെന്നും അതുകൊണ്ട് ഇവർക്ക് രണ്ടും ബദലായി തൊഴിലാളി വർഗത്തിൻ്റെ ഒരു മുന്നേറ്റം വളർത്തിയെടുക്കുകയാണ് ആവശ്യകതയെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ ദിശയിൽ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു 6 പാർട്ടി കോമ്പിനേഷൻ ഇടതുപക്ഷ പാർട്ടികളുടെ ഉണ്ടാക്കിയിട്ട് അതിനെ പൊളിച്ച് അതിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്ന് മുതലാളിത്ത താല്പര്യങ്ങളുടെ പിന്നാലെ പോയി CPM CPI പാർട്ടികൾ, നമ്മുടെ പാർട്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് രണ്ടിനും ബദലായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഇടതുപക്ഷ ധാരയെ, ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല ജനാധിപത്യ മതേതര വിശ്വാസികളെ കൊണ്ട് ഉൾക്കൊള്ളുന്ന. എവിടെയാണെന്ന് ചോദിച്ചാൽ BJP വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കുക എന്നുള്ളിടത്താണ് കാര്യമിരിക്കുന്നത്. അവിടെ ഒരു മൂന്നാം മുന്നണി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മൂന്നാം മുന്നണി സഹായിക്കുന്നത് BJP തന്നെയാണ്, തർക്കം വേണ്ട. അങ്ങനെ ഒരുമിച്ച്, കാരണം 36% വോട്ട് മാത്രമേ ഉള്ളൂ ആർക്ക് BJPക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള 64% പുറത്തു നിൽക്കുകയാണ്. ആ 64% വോട്ടുകൾ ഏകോപിപ്പിക്കുക, അതുണ്ടാകാത്തത് കൊണ്ടാണ് അവർ ഈ 10 വർഷം മുമ്പ് അധികാരത്തിൽ വന്നത്. 2014, 2019 അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണ്. കാരണം BJP വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോവാതെ ഒരു തന്ത്രമെന്ന നിലയ്ക്ക് അവരെ ഒന്നിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തുകൊണ്ട് BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്. അതല്ലേ വേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. അതെ, അതൊരു തന്ത്രമാണ്. ഈ ചോദ്യം എന്ന് പറയുന്നത് അതൊരു മുതലാളിത്ത തന്ത്രമാണ്. അത് നമ്മൾ അറിയാതെ നമ്മളത് ഏറ്റെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഞാനൊരു മുതലാളിത്ത പാർട്ടി, അവനൊരു മുതലാളിത്ത പാർട്ടി, മൂന്നാമതൊരു ജനങ്ങളുടെ പാർട്ടി എന്തിന് എന്നാണ് ചോദ്യം. നിങ്ങൾ എന്തിന്, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിങ്ങൾ എന്തിന് ഇടയ്ക്ക് ഞങ്ങൾ രണ്ടും തമ്മിൽ മത്സരിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അതിന് ന്യായമില്ല. ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് നമ്മളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ആത്മാർത്ഥമായി നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു? ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്താൽ ജയിക്കും. ഇന്ത്യയിലെ ജനങ്ങളെ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? AK ഗോപാലൻ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇന്ന് ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടി പാർലമെന്റിൽ CPIM എന്തെല്ലാം വികൃതികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വികൃതികൾ, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ, അധാർമികമായ പ്രവൃത്തികൾ. അപ്പോൾ വളരുകയാണോ തളരുകയാണോ ചെയ്തത്? എന്താ കാര്യം? ആഗോളീകരണ നയങ്ങൾ വന്നു, ജനങ്ങൾക്കെതിരായ നയങ്ങളാണ്, മുതലാളി വർഗത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ നയങ്ങളാണ്. ആഗോളീകരണ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായൊരു സമരം വളർത്തിയെടുത്താൻ CPM തയ്യാറായില്ല. പകരം അവർ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരായി മാറി. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണോ സമരം വളർത്തിയെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നത്, ഈവൺ ഈ നോട്ട് നിരോധനത്തിനെതിരെ പോലും 100 പേര് ക്യൂവിൽ നിന്ന് വാടി തളർന്ന് മരിച്ചു വീണു. ഒരു സമരം വളർത്തിയെടുക്കാൻ ഒരു ആഹ്വാനം ചെയ്താൽ ജനങ്ങൾ മുന്നോട്ട് വരുമായിരുന്നു. അങ്ങനെ ഏതെല്ലാം സന്ദർഭത്തിൽ കർഷക പ്രക്ഷോഭം ഡൽഹിയിലുണ്ടായി, ഒറ്റയ്ക്ക് പൊരുതി അവർ വിജയം വരിച്ചു. ഈ രാജ്യത്തെ CITU പോലുള്ള AITUC പോലുള്ള ട്രേഡ് യൂണിയനുകൾ, CPI CPM പോലുള്ള പാർട്ടികൾ എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് രാജ്യവ്യാപകമായൊരു പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ കർഷകരോടൊപ്പം തൊഴിലാളികളുടെ ഡിമാൻഡ്, ലേബർ കോഡുകൾ പിൻവലിക്കുക, ട്രേഡ് യൂണിയൻ രംഗത്ത് കൊണ്ടുവന്ന കരിനിയമങ്ങൾ പിൻവലിക്കുക പോലെയുള്ള നടപടികളും സ്വീകരിപ്പിക്കാൻ കഴിയുമായിരുന്നു. അപ്പം ഞാനിത് സൂചിപ്പിക്കുന്നത്, നമ്മൾ വിജയിക്കില്ലല്ലോ, നമുക്ക് വോട്ടത്രയും കിട്ടില്ലല്ലോ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സമൂഹത്തെ അധപ്പതിപ്പിച്ചത് സമരവിരുദ്ധമായ നിലപാടുകളാണ്. സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാതെ നമ്മൾ ശോഷിച്ചു പോയതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ശോഷിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന പാർട്ടികളുടെ നേതൃത്വത്തിൻ്റെ തലയിലാണ്, ജനങ്ങളുടെ ചുമലിലല്ല. UP പോലുള്ള പിന്തിരിപ്പൻ സംസ്ഥാനത്ത് ഇലക്ട്രിസിറ്റി മേഖലയിൽ സമരം ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ മുന്നോട്ട് വന്നു. ഈ ബോംബെയിൽ കർഷകരുടെ സമരങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നു. ഏതെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമരം നടക്കുന്നു.
ഈ കേരളത്തിൽ സമരവിരുദ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വ്യവസായികളെ ആനയിക്കാൻ വേണ്ടി വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആഗോള മുതലാളിത്ത പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ CIT പോലുള്ള ട്രേഡ് യൂണിയനെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് സമരവിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കുകയാണ്. എന്തിന് നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പോലും അതിൻ്റെ ഇടതുപക്ഷീയത ചോർത്തിക്കളഞ്ഞ് ഇടതുപക്ഷ വിരുദ്ധമായൊരു അന്തരീക്ഷം ഈ നാട്ടിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയും അരാഷ്ട്രീയത, നമ്മുടെ കലാലയങ്ങളെ അക്രമത്തിൻ്റെ വേദികളാക്കി മാറ്റി അധപ്പതിപ്പിച്ചുകൊണ്ട് അന്തസ്സായ കലാലയ പ്രവർത്തനം അസാധ്യമാക്കി SFIയുടെ മുൻകൈയിലാണ്. അവരൊറ്റ സംഘടനയാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ അന്തസ്സ് കെടുത്തിക്കളഞ്ഞത്. അതിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കി കോടതികളുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് മുമ്പിലേക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വലിച്ചടിച്ചത് ആരാണ്? അപ്പം ഞാനിത് സൂചിപ്പിക്കുന്നത്, എവിടെയൊക്കെ സമരസാധ്യതയുണ്ടായിരുന്നു, എവിടെയൊക്കെ ഒരു ബദൽ ശക്തി വളർത്തിയെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, അതിലെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭരണത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ട് ഭരണ പാർട്ടിയായി അധപ്പതിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് മറുവശത്ത് ശത്രുക്കൾ ശക്തി ആർജിക്കുകയും അവർ ജയിക്കും എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന, നമ്മൾ ജയിക്കില്ലല്ലോ എന്ന നിസ്സഹായാവസ്ഥ നമ്മൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയത്. ഇനിയും സമയം വൈകിട്ടില്ല. ഇനിയും ഈ രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആളുകളെ ആകർഷിച്ചുകൊണ്ട് നമുക്ക് സമരങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ ഈ BJPക്ക് ജനങ്ങൾ മറുപടി നൽകിയില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? BJP ഒറ്റയ്ക്ക് ഭരിക്കാനായി 300 സീറ്റിൽ ലക്ഷ്യം വെച്ച് വന്നിട്ട് എന്തായി? ജനങ്ങളാണ് മറുപടി കൊടുത്തത്. കാരണം ജനങ്ങൾ അപകടം തിരിച്ചറിയുന്നു. ഇവിടെ സത്യത്തിൽ ഇത്തവണ വർഗീയ കാർഡ് വേണ്ടത്ര ഫലപ്രദമായി കളിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? തൊഴിലില്ലായ്മയുടെ, പട്ടിണിയുടെ പ്രശ്നങ്ങൾ മുൻപന്തിയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ BJP വെറുത്തു. അതൊന്നും ഇടതുപക്ഷം മുൻകൈയെടുത്ത് വളർത്തിയെടുത്ത സാഹചര്യമല്ല. അതൊക്കെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നതാണ്. കാരണം ഇന്ന് CPI CPM പാർട്ടികൾക്ക് അങ്ങനെ ഒരു സമര ലൈനേ ഇല്ലാതായിരിക്കുന്നു. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സഖ്യങ്ങൾ കൂടി, അത് മായാവതിയുടെ പാർട്ടിയാവാം, അത് ജയലളിതയുടെ പാർട്ടിയാവാം, അത് ഏത് ജാതി പാർട്ടിയും ഏത് മതപ്പാർട്ടിയുമാകാം, ഏത് പ്രാദേശികവാദം ഉന്നയിക്കുന്ന പാർട്ടിയാവാം, അവരോട് കൂട്ടുപിടിച്ച് സീറ്റ് തരപ്പെടുത്തുക എന്ന നിലയിലേക്ക് അത് അധപ്പതിച്ചു. കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, സമയമില്ല. പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഇപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സമയത്തിൻ്റെ പ്രശ്നമാണ്. സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പുരോഗമിച്ച് വരുന്ന ഒരു സമൂഹത്തിൽ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകം വളരെ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ ആ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ സമൂഹവും നമ്മുടെ ആളുകളും ഒപ്പം ഓടണം. അതിന് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നതാണ് ഈ കേരയിൽ. കാരണം നമ്മുടെ റോഡുകളുടെ ഒരു ശോച്യാവസ്ഥ. ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ നിരത്തിലുണ്ട്. ഈ വാഹനത്തിലേക്ക് കയറി നമുക്കൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ വളരെയധികം എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് കേരളത്തിലെ റെയിൽവേയുടെ സ്ഥിതി. അപ്പോൾ ഒരു അതിവേഗ ഉള്ള ഒരു റെയിൽവേ, കേരളയിൽ പോലുള്ള റെയിൽവേ വരുന്നത് ഒരുപാട് സാമൂഹിക പുരോഗതിക്ക് അത്യാവശ്യമാണ്. സമയം കൊണ്ട് ആളുകൾക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളിൽ അത് അത്യാവശ്യമാണ്. അത്തരം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സംഗതിയെ SUCI എതിർക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2005 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെച്ച പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളയിൽ കൊണ്ടുവരും. അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിച്ച ഒരു സംഗതിയെ ജനങ്ങൾ വോട്ട് ചെയ്ത് അംഗീകരിച്ച് 99 MLA കൊടുത്ത ഒരു സംവിധാനം അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരെ SUCI സമരം നടത്തുന്നത് ശരിയാണോ? എന്താണ് SUCI ഒരു കേരളയിൽ വിരുദ്ധ പാർട്ടിയായിട്ട് കേരളത്തിൽ നിൽക്കുന്നത് എന്നൊന്ന് പറയാം. അതിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ട്രിക്കുണ്ട് ഇതിനകത്ത്. ഇപ്പം 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് BJP പ്രകടന പത്രികയിൽ എഴുതി വയ്ക്കുന്നു. അവരധികാരത്തിൽ വരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഇതിനു വേണ്ടി ആളുകൾ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ ആരും എതിർക്കണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാനാവില്ല. കേരളയിൽ 100 കാര്യങ്ങളുടെ കൂട്ടത്തിൽ കേരളയിൽ നടപ്പിലാക്കാൻ കൂടെ എഴുതി വെച്ചുകൊണ്ട് ഒരു പ്രകടന പത്രികയുമായി ഇടതുപക്ഷം വരുമ്പോൾ ബാക്കി 99 കാര്യങ്ങളിലും വ്യാമോഹമുള്ള ആളുകൾ വോട്ട് ചെയ്യും. അത് കേരളയിനോട് യോജിക്കുന്നവരാണ് വോട്ട് ചെയ്തതിന് ഒരു അർത്ഥവും ഇല്ല. അപ്പോൾ അതൊരു കണക്കിലെ കളിയാണ്, അതൊരു തന്ത്രമാണ്. അതുകൊണ്ട് അത്തരം തന്ത്രങ്ങൾക്കൊന്നും നമ്മൾ കീഴ്പ്പെടാൻ പാടില്ല. കേരളയിൽ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. കേരളയിൽ വേണോ വേണ്ടയോ? അതിവേഗ യാത്ര വേണം. ആധുനിക കാലത്ത് നല്ല റോഡുകളും നല്ല റെയിൽ സംവിധാനങ്ങളും വേണം. ആരാണ് തടസ്സം? നമ്മുടെ ദേശീയ പാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ട് 33 വർഷം കഴിഞ്ഞു. 33 മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുത്തിരിക്കുകയാണ് ഈ ആലപ്പുഴയിൽ കൂടെ ഇപ്പോൾ പണി നടക്കുന്ന ഇതിന്. ഈ 3 പതിറ്റാണ്ട് കാലം എന്തേ പണിതില്ല? ജനങ്ങളാണോ തടസ്സം? എന്നിട്ട് ഇപ്പോൾ
ടോൾ റോഡുകളാണ് പണിയുന്നത്. എന്ന് പറഞ്ഞാൽ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഈ മണ്ണിൽ വഴി നടക്കാനും വഴിയിൽ കൂടെ വണ്ടി ഓടിക്കാനും നമ്മൾ കാശ് കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുവന്നെത്തിക്കുകയാണ്, ഈ സംസ്ഥാനത്തെ, ഈ നാടിനെ. ഇത് നമ്മൾ തിരിച്ചറിയണം. ടോൾ റോഡുകൾ വരുന്നു, ഇത് മുതലാളിത്ത പദ്ധതിയാണ്. ഇത് ജനങ്ങളുടെ വികസനമൊന്നുമല്ല. വികസനം എന്നൊരു മറയിട്ട് ഇതിനെ വിളിച്ച് ജനങ്ങളെ വശീകരിക്കുന്നതാണ്. അതുകൊണ്ട് വേഗത്തിലുള്ള യാത്ര എങ്ങനെ വേണം? വേഗത്തിലുള്ള യാത്രയ്ക്ക് നിലവിൽ 2 ലൈൻ പാതയുണ്ട് നമുക്ക് റെയിൽവേയുടെ. അതിൻ്റെ സിഗ്നൽ സംവിധാനത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വളവുകൾ നിവർത്തിക്കൊണ്ട് നമുക്ക് ഫലപ്രദമായ രീതിയിൽ അതിവേഗ ട്രെയിനുകൾ ഇവിടെ ഓടിക്കാൻ കഴിയും. അതിനു പകരം സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ നമ്മളതൊരു നാടവരമ്പ് പോലെ കിടക്കുന്ന ഒരു സംസ്ഥാനം, മഹാരാഷ്ട്ര പോലെയോ UP പോലെയോ മധ്യപ്രദേശ് പോലെയോ സ്ഥലമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റിന് ഇണങ്ങുന്ന വികസന പദ്ധതി എന്ന് പറയുന്നത് ഇനിയും സ്ഥലമെടുത്ത് ഇനിയൊരു റെയിൽ എന്നുള്ളതല്ല, നിലവിലുള്ളതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട യാത്ര കൊടുക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ട്രെയിനിൽ കയറിയാൽ കക്കൂസിൽ കയറുന്നത് പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാത്ത ആളുകളാണോ ഇനി ആധുനിക ട്രെയിനുകൾ ഓടിക്കാൻ പോകുന്നത്? അപ്പോൾ അത് ആത്മാർത്ഥമായ സമീപനമല്ല. ഇതൊക്കെ മുതലാളിത്ത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പറയുന്ന മറ മാത്രമാണ്. അതുകൊണ്ട് അതിവേഗത്തിന് നമ്മൾ എതിരല്ല, ആധുനികതയ്ക്ക് നമ്മൾ എതിരല്ല. പക്ഷേ ജനവിരുദ്ധമായ ആധുനികതയ്ക്കും ജനവിരുദ്ധമായ വികസന പദ്ധതികൾക്കും എതിര് നിന്നേ പതിയാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഒരു സംസ്ഥാനത്തെ 2ആയി വെട്ടിമുറിക്കുന്ന, അതിൻ്റെ നീരൊഴുക്ക് തടയുന്ന, ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുന്ന ഒരു പദ്ധതിയുമായി വരുമ്പോൾ നമ്മൾക്ക് ആ പഠനങ്ങൾ പോലും നടത്താതെ വരികയാണ് നിരുത്തരവാദപരമായി. ഇവിടുത്തെ പരിണതപ്രജ്ഞരായ ആളുകൾ ആ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ ഏകാധിപത്യപരമായ രീതിയിൽ ഈ പദ്ധതികളുമായിട്ട് വരുന്നു. അതിനെയാണ് SUCI എതിർക്കുന്നത്. നമ്മൾ മുൻകൈയെടുത്താണ് കേരളയിൽ വിരുദ്ധ സമിതി സംസ്ഥാനത്ത് രൂപീകരിച്ചത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് നമ്മുടെ വോളണ്ടിയർമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ജനനേതാക്കൾ അണിനിരന്നു. ജനങ്ങൾ ഇരയാകുന്ന ആളുകളെല്ലാം അതിൽ അണിനിരന്നു. ആ ജനകീയ പോരാട്ടമാണ് അതിനെ വിജയത്തിലെത്തിച്ചത്. ഗവൺമെൻറ്റിന് ഇപ്പോൾ പിൻവാങ്ങേണ്ടി വന്നു. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അതായത് അപ്പോൾ ആവശ്യം എന്താണ്? ജനങ്ങളുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും വളർത്തിയെടുത്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയമായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും സംഘടനാപരമായി കരുത്തുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി. 1947 മുമ്പ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നപ്പോൾ ഇവിടുത്തെ മുതലാളിത്ത ശക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അവരുടെ കമ്പോളം സൃഷ്ടിക്കാൻ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇവിടുത്തെ ജനാധിപത്യ സ്നേഹികൾക്കും ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ വരണമെന്നുണ്ട്, ഇവിടെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവർക്കെല്ലാം ഒന്നിച്ചു നിൽക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ജനകീയ ജനാധിപത്യ വിപ്ലവം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിദേശാധിപത്യത്തിനും രാജ്യത്ത് നിലനിൽക്കുന്ന ജന്മിത്ത സമ്പ്രദായങ്ങൾക്കും എതിരായ വിപ്ലവ ലൈനാണത്. 47 ബ്രിട്ടീഷുകാരൻ പോയി, ഇന്ത്യൻ മുതലാളി വർഗം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ലൈൻ പഴയതായി, ഇനി അത് പ്രാവർത്തികമല്ല. ഇനി ആ മുതലാളിത്തത്തിനെതിരായ വിപ്ലവമാണ് ആവശ്യം. അതാണ് മുതലാളിത്ത വിരുദ്ധ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ലൈൻ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചത്. അതാണ് ഇന്നത്തെ വിപ്ലവ ലൈൻ. ഇന്ന് പഴയ ലൈൻ പറഞ്ഞാൽ മുതലാളിത്തവുമായി ചങ്ങാത്തം എന്നാണ് അർത്ഥം, പഴയ ചങ്ങാത്തം. അതിനെന്തിനാണത് പറയുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനോടോ BJPയോടോ ഏതു മുതലാളിത്ത പാർട്ടിയോടും സഹകരിക്കാനുള്ള ഒരു വകുപ്പ് ആ വിപ്ലവ ലൈനിനകത്തുണ്ട്. അതാണ് ഇന്നവർ അതുകൊണ്ട് കൂടിയാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ വിപ്ലവം എന്നൊരു കാഴ്ചപ്പാടൊന്നുമില്ലല്ലോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വിപ്ലവം നടക്കില്ല, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ വിപ്ലവമൊക്കെ പാടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് വിപ്ലവമൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും ആ ലൈൻ പോലും പറയാൻ പറ്റാത്തത് ഇന്ന് അതല്ല അതിൻ്റെ പ്രവർത്തന പദ്ധതി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതും വളരെ കഠിനതരമായ സമരങ്ങളിലൂടെ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നിരവധിയായ സമരങ്ങൾ, അത് കേരളത്തിനെതിരായ പോരാട്ടം മാത്രമല്ല, നന്ദിഗ്രാമിലെ പ്രക്ഷോഭം, അവിടുത്തെ 2-3 പതിറ്റാണ്ട് കാലത്തെ ഇടതുഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളാണ്. വിദേശ കുത്തകകളെ ആനയിച്ചു കൊണ്ടുവന്ന് ബംഗാളിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമി അവർക്ക് തീരെഴുതി കൊടുത്തപ്പോഴാണ് നന്ദിഗ്രാം പ്രക്ഷോഭം ഉണ്ടായത്. ആ പ്രക്ഷോഭത്തിനും ആദ്യമേ അടിത്തറ പാകിയത് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് അവിടെ ഉണ്ടാക്കിയ കമ്മിറ്റികൾ, പിന്നീട് അതിനെ പത്രക്കാരും ബൂർഷ്വാ പാർട്ടികളുമൊക്കെ ചേർന്ന് മമതാ ബാനർജിയുടെ ക്രെഡിറ്റിലാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ മേഖലയിൽ ഞങ്ങൾക്ക് കടന്നു വരാനാവില്ല, അതിന് പരിമിതികളുണ്ട്. അവിടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ വ്യവസ്ഥ തന്നെയാണ് മമതാ ബാനർജിയെ കൊണ്ടുവരുന്നത്. മമതാ ബാനർജിയുടെ ഭരണം ഇന്ന് കോൺഗ്രസിൻ്റെ ഭരണത്തെ പോലെ CPMൻ്റെ ഭരണത്തെ പോലെ ഏറ്റവും ജനവിരുദ്ധമായൊരു ഭരണമായി ബംഗാൾ അനുഭവപ്പെടുന്നു. അപ്പോൾ അവരെ ആരാണ് കൊണ്ടുവന്നതെന്നും ആരാണ് അവരെ പിന്തുണച്ചതെന്നും വ്യക്തമാണ് അതിൽ നിന്ന് തന്നെ. അതൊക്കെ അവരുടെ താല്പര്യം
ചോദ്യങ്ങളാണ്. ഞങ്ങൾ ഭരിക്കാൻ വേണ്ടിയല്ല സമരം ചെയ്തത്, ഞങ്ങൾ ആ നയത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് അതവിടെ യാഥാർത്ഥ്യമായി. അങ്ങനെ നിരവധി സമരം, കർഷക പ്രക്ഷോഭത്തിൽ വലിയൊരു പ്രചാരണ ശക്തിയായി ഇന്ത്യ മുഴുവൻ ഞങ്ങളത് പ്രചരിപ്പിച്ചു. കർഷകരുടെ ഡിമാൻഡുകൾ, ആ സമരം വിജയിക്കേണ്ടതിൻ്റെ രാഷ്ട്രീയ ആവശ്യകത ജനങ്ങളോട് വിശദീകരിച്ചു. അങ്ങനെ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് 24 സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളോ അങ്ങനെയുള്ള വൻ ശക്തിയായി മാറോ അതൊന്നും സാധ്യമല്ല. പക്ഷേ പടിപടിയായി ഇന്ത്യയിൽ വളരുന്ന ഏക പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം SUCI. വളരെ നന്ദി ശ്രീ ജ്യോതികൃഷ്ണൻ ഈ പരിപാടി എടുത്തത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് ചാനലിനോടും ഷാജീബിനോടും പ്രത്യേകിച്ച് താങ്ക് യു വെരി മച്ച്.